സഞ്ചാരം ഇപ്പോൾ എത്ര രാജ്യങ്ങൾ പിന്നിട്ടു, എത്ര രാജ്യങ്ങളിൽ പോയി എന്നുള്ള ഒരു കണക്കിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. ചിലപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച ആളുകളുണ്ടാവാം. പക്ഷേ നമ്മൾ ഓരോ രാജ്യത്തും പോയി ആ രാജ്യത്തിൻ്റെ ജീവിതവും കഥകളും എല്ലാം ചിത്രീകരിക്കുകയും അതൊരു ഡോക്യുമെൻ്റ് ആക്കുകയും വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഞാൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ 1997 മുതലുള്ള കാലഘട്ടങ്ങളുടെ ചരിത്രവും ജീവിതരേഖകളും സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലെ മനുഷ്യവാസമുള്ള എല്ലാ അതിരുകളിലേക്കും പോയി കഴിഞ്ഞിട്ടുണ്ട്. തെക്കോട്ട് പോയാൽ അന്റാർട്ടിക്കയാണ് നമുക്കറിയാം, തെക്കേ അറ്റത്തുള്ള ഒരു ഭൂഖണ്ഡം. അന്റാർട്ടിക്കയിൽ നമ്മൾ 2008 തന്നെ പോയി. മനുഷ്യവാസമുള്ള പ്രദേശത്തിൻ്റെ ഏറ്റവും കിഴക്കേ പ്രദേശം എന്ന് വേണേൽ പറയാവുന്ന ഒരു ദ്വീപിലേക്ക് പോയിട്ടുണ്ട്, ഫിജി ദ്വീപ്. ആ ഫിജി ദ്വീപിലെ ഗോത്രഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചത് സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞതാണ്. പിന്നെ പടിഞ്ഞാറോട്ട് പോയാൽ അലാസ്കയിലൂടെ നമ്മൾ ദീർഘയാത്രകൾ നടത്തി. അവിടുത്തെ ഹിമമലകളുടെ മുകളിലൂടെ പട്ടി വലിക്കുന്ന സ്ലെഡ്ജിൽ യാത്ര ചെയ്തു. നമ്മൾ ഈ ഭൂമിയുടെ വടക്കൻ പ്രദേശത്തേക്കും പോയി, ഉത്തരധ്രുവ പ്രദേശത്തേക്ക്. ഇപ്പോൾ നമ്മൾ ആ ഉത്തരധ്രുവ പ്രദേശത്താണ്, ഉത്തരധ്രുവ പ്രദേശത്തെ മുർമാൻസ്ക് എന്ന പട്ടണത്തിൽ. ഇവിടെ എത്തിയിട്ട് ഇത് 3ാമത്തെ ദിവസം രാവിലെയാണ്. നമ്മൾ ഇനി വീണ്ടും ഒരു 150 കിലോമീറ്ററും കൂടെ വീണ്ടും വടക്കോട്ട് പോവുകയാണ്. അവിടെയാണ് ഈ റഷ്യയുടെ അല്ലെങ്കിൽ ഈ യൂറേഷ്യ എന്ന് പറയുന്ന ഈ ഭൂഖണ്ഡത്തിൻ്റെ അതിര് കടലിൽ ചെന്ന് അവസാനിക്കുന്ന ഭാഗം, കര തീരുന്ന സ്ഥലം. അവിടേക്ക് പോകണം. അവിടെ ഒരു ചെറിയ ഗ്രാമമുണ്ട്, ടെറിബർക്ക എന്ന് പറയുന്ന ഗ്രാമം. ടെറിബർക്ക ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്രയാവുന്നത്. അവിടേക്ക് റോഡുകൾ പോലും ഉണ്ടായത് 1980-കളിലൊക്കെയാണ്, 80-കളുടെ പകുതിയോടുകൂടിയാണ്. വിദൂരമായ ഒരു ജനവാസ കേന്ദ്രമായിരുന്നത്, നൂറ്റാണ്ടുകളായ ആളുകൾ വസിച്ചിരുന്ന ഒരു ജനവാസ പ്രദേശം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സാമി ഗോത്രക്കാർ വസിച്ചിരുന്നൊരു സ്ഥലം. ഇത്ര ഭീകരമായ കാലാവസ്ഥ, ഇത്ര ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെയുള്ളൊരു നാട്ടിൽ എങ്ങനെയാണ് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യരവിടെ വസിക്കാനിടയായത്? ഈ ഗോത്ര മനുഷ്യർ, എസ്കിമോകളാവട്ടെ, ഈ സാമി ഗോത്രക്കാരാവട്ടെ, ഇവരൊക്കെ ഈ ഭൂമിയുടെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ആസ്വദിച്ച് ജീവിച്ചവരാ. അത് ഏതാണ്ട് 3000, 4000, 5000 വർഷങ്ങളായിട്ട് അവിടെ ജനവാസം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം ആ തണുപ്പിനെയും ആ പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥയും ഒക്കെ തരണം ചെയ്യാനും അതിനെ ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഈ ടെറിബർക്കയിൽ ആളുകൾ താമസിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ധാരാളം മത്സ്യസമ്പത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ആധുനിക കാലത്ത് എത്തുമ്പോഴേക്കും റഷ്യയുടെ മറ്റു ഭാഗങ്ങളും ലോകം തന്നെ കൂടുതൽ സുഖസമൃദ്ധിയിലേക്ക് വളർന്നു. അപ്പോൾ നോക്കുമ്പോൾ ഈ ടെറിബർക്കയൊക്കെ പോലുള്ള സ്ഥലങ്ങൾ പ്രാകൃതമായ സ്ഥലങ്ങളായി, ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമായി. മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെന്ന് ഓർക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യാത്ര പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സഞ്ചാരത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ദിവസം ഇന്ന്. കാരണം നമ്മൾ ലോകത്തിൻ്റെ എല്ലാ അതിരുകളിലേക്കും പോയി ഇന്നും മറ്റൊരതിരിലേക്ക് യാത്ര ചെയ്യാണ്. ഇതിനു മുമ്പ് നമ്മൾ സൈബീരിയൻ പ്രദേശങ്ങളിലൂടെ പോയി. സൈബീരിയ എന്ന് പറയുന്നത് ഉത്തരധ്രുവത്തോട് ചേർന്ന സ്ഥലമൊന്നും അതിനർത്ഥമില്ല. റഷ്യയുടെ കിഴക്കൻ പ്രദേശങ്ങളാണ്. കിഴക്കൻ പ്രദേശങ്ങൾ ഒരു കാലത്ത് വിജനമായിരുന്നു. ആൾതാമസമില്ലാത്ത, മനുഷ്യർക്ക് വസിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ പ്രദേശം, ദിവസങ്ങളോളം ട്രെയിനിൽ ഓടിയാൽ മാത്രം എത്തുന്ന പ്രദേശങ്ങൾ. ഒരു കാലത്ത് റഷ്യൻ ചക്രവർത്തിമാരും പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരികളുമൊക്കെ കുറ്റക്കാരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ അല്ലെങ്കിൽ രാജ്യത്തിന് ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നവരെ ഒക്കെ നാട് കടത്തിയിരുന്നൊരു സ്ഥലം. അവിടേക്ക് പോയതിൽ പകുതിയിലേറെ പേരും ഈ ഭീകരമായ കാലാവസ്ഥയിൽ മരണപ്പെടുകയാണ് ചെയ്തത്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പോലെ സ്റ്റാലിൻ ആരംഭിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഈ സൈബീരിയൻ പ്രദേശത്തുണ്ടായിരുന്നു. അവയെ ഗുലാഗുകളാണ് വിളിച്ചിരുന്നത്. ഈ ഗുലാഗുകൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പുറം ലോകത്തിന് യാതൊരു അറിവുമില്ലാത്ത ഈ തൊഴിലിടങ്ങളായിരുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു. അവിടെ 10,000 പീഡനമേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പുറം ലോകം അറിയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ്. അതിനു മുമ്പ് ക്രൂഷ്ചേവിൻ്റെയൊക്കെ കാലത്തും അതിനെതിരെ, ആ ഗുലാഗുകൾ നടത്തിയിരുന്ന രീതിക്കെതിരെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം നമുക്കിപ്പോൾ സഞ്ചരിക്കുമ്പോൾ പഴയ ആ ഗുലാഗുകളുണ്ടായിരുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടെയൊക്കെ മരിച്ചു വീണ ആയിരങ്ങളുടെ പേരുകൾ എഴുതിയ ഫലകങ്ങൾ അവിടെയൊക്കെ കാണാം. അപ്പം ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ ഭരണം നടന്ന സ്ഥലങ്ങളിലൊന്ന് പഴയ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു എന്നും നമ്മളതിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ചും പോൾപോട്ടിൻ്റെ കിരാതമായ ഭരണത്തെക്കുറിച്ചും യുഗാണ്ടയിലെ ഇദി അമീൻ്റെ ഭരണകാലത്തെ കൂട്ടക്കൊലകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഗുലാഗുകളിൽ നടന്ന കൂട്ടക്കൊലകളെക്കുറിച്ച് നമ്മളധികം കേട്ടിട്ടില്ല.
അതൊരു സഞ്ചാരി കണ്ടെത്തുന്ന, സഞ്ചാരിയുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന, എന്നാൽ നമ്മളധികം ആഘോഷിക്കാതെ പോയ, അല്ലെങ്കിൽ അധികം വാർത്തകളിൽ ഇടം പിടിക്കാതെ പോയ കൂട്ടക്കൊലയുടെ കേന്ദ്രങ്ങളായിരുന്നു. ഡെറിബർക്ക ബാരൻസ് കടലിൻ്റെ ഓരത്തുള്ളൊരു കൊച്ചു പട്ടണമാണ്. പഴയൊരു പട്ടണമായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ആ പട്ടണത്തിലേക്ക് നമ്മൾ യാത്രയാകണം. രാവിലെ നഗരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ, നമ്മൾ മുർമാൻസ്കിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുന്ന, സാമ്പത്തിക ഉപരോധത്താൽ വലയുന്ന ഒരു രാജ്യമാണെന്നൊന്നും നമുക്ക് തോന്നില്ല. ഏറ്റവും ആധുനികമായൊരു യൂറോപ്യൻ നഗരത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു അമേരിക്കൻ നഗരത്തിൻ്റെ എല്ലാ പകിട്ടും ഈ പോകുന്ന കാഴ്ചകളിലുണ്ട്. നമ്മൾ റഷ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന രീതി, നഗരങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന രീതി, എല്ലാത്തിനും ഒരു പ്രൗഢിയുണ്ട്, വൃത്തിയുണ്ട്, സൗന്ദര്യബോധമുണ്ട്. മനുഷ്യൻ്റെ പട്ടിണിയും സൗന്ദര്യബോധവും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്ന് നമുക്ക് ഇത്ര യാത്രകളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ നാടുകളെ വൃത്തിയാക്കാത്തതിന്, നമ്മുടെ നാടുകൾ സൗന്ദര്യവൽക്കരിക്കാത്തതിന്, നമ്മുടെ നഗരങ്ങൾ ഭംഗിയായി സംരക്ഷിക്കാത്തതിനൊക്കെ നമ്മൾ ഒത്തിരി കാരണങ്ങൾ കണ്ടുപിടിക്കും. നമുക്ക് ജനസംഖ്യ കൂടുതലാണ്, പട്ടിണിയുണ്ട്, നമുക്ക് വേറെ പ്രശ്നങ്ങളാണ്. ഇതൊന്നുമല്ല. ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്, ഇതൊരു ചിന്താഗതിയുടെ പ്രശ്നമാണ്, ഒരു സൗന്ദര്യബോധത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ കല പഠിപ്പിക്കുന്നില്ല. പണ്ടൊക്കെ ഡ്രോയിങ് മാസ്റ്റർമാർ വന്ന് ബോർഡിൽ പടം വരപ്പിച്ച് പഠിപ്പിക്കുമായിരുന്നു. അതല്ല കല. കല ആസ്വദിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഒരു നല്ല വീടിൻ്റെ രൂപം എങ്ങനെയായിരിക്കണം, വികസിത നാടുകളിലും അല്ലെങ്കിൽ നല്ല കലാകാരന്മാരും നല്ല ആർക്കിടെക്റ്റുകളും ഡിസൈൻ ചെയ്ത വീടുകളും ഒരു സാധാരണഗതിയിൽ ഒരു സൗന്ദര്യബോധമില്ലാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഒരു നല്ല കലയും ഒരു മോശം കലയും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഒരു നല്ല സിനിമയെ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്, അടി ഇടി കോമഡി മാത്രമല്ല സിനിമകളെന്നും കലാബോധത്തോടെ സൃഷ്ടിച്ച സിനിമകളെ എങ്ങനെ ആസ്വദിക്കണമെന്നും ഒക്കെ ഈ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കണം. ഇത്തരത്തിലുള്ള ഒരു കലാവാസന, സൗന്ദര്യബോധം കുട്ടികളിൽ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് അവർ വളർന്നു കഴിയുമ്പോൾ കോൺക്രീറ്റ് കൊണ്ട് വികൃത രൂപങ്ങളായ കെട്ടിടങ്ങളും പൊതുസ്ഥാപനങ്ങളും വഴിയോരങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ആളുകളായി മാറുന്നത്. പകരം സ്കൂളുകളിൽ തന്നെ കലയെ ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തണം. പല പാശ്ചാത്യ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അത് കാണാം. പല മ്യൂസിയങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ചിത്രങ്ങളുടെ മുമ്പിൽ കുട്ടികളുമായി വന്നിരുന്ന അധ്യാപകർ ആ ചിത്രം വരച്ചതിൻ്റെ പിന്നിലെ സങ്കേതങ്ങൾ, അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ, അതെങ്ങനെ ആസ്വദിക്കണമെന്നൊക്കെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പാരീസിലെ ലൂ മ്യൂസിയത്തിൽ ഉൾപ്പെടെ ഞാൻ ആ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുർമാൻസ്കിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയുള്ളൊരു നഗരമാണ്, ജനം ഒഴിഞ്ഞു പോകുന്ന നഗരമാണ്, കുറേയേറെ പട്ടിണിയും പ്രതിസന്ധികളിൽ നിന്ന് നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ. എങ്കിൽ കൂടി ഈ നഗരമൊക്കെ അതിസുന്ദരമാണ്, അതിമനോഹരമാണ്. നഗരം പിന്നിടുന്നതോടുകൂടി നമ്മൾ പിന്നെ ഒരു മലമ്പ്രദേശത്തേക്ക് കയറുന്നു. മരക്കൂട്ടങ്ങളുള്ള പ്രദേശത്തൂടി ഓടുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നേരം വെളുത്ത് വരുന്നുണ്ടെങ്കിലും സൂര്യനെ കാണില്ല. സൂര്യൻ പൊങ്ങി വരണമെങ്കിൽ കുറേയും കൂടെ സമയമെടുക്കും. അപ്പോഴത്തേക്ക് മണി 10 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഓടുകയാണ്. ഓടുമ്പോൾ നമ്മൾ ചില പോലീസ് ചെക്ക് പോയിൻറ്റുകളൊക്കെ കാണും. നമ്മൾ പോകുന്നത് 3 വാനുകളിലാണ്, 3 മിനി വാനുകളിലാണ്. ഈ 3 വാനുകളിലും ഓരോ ഗൈഡുകളുമുണ്ട്. ഞാനിരിക്കുന്ന വാനിനകത്താണ് മില എന്ന് പറയുന്ന നമ്മുടെ പ്രധാന ഗൈഡ്. മറ്റ് 2 വാനുകളിലും ഓരോ മിലയുടെ അസിസ്റ്റൻറ്റുമാരായ ഗൈഡുകളുമുണ്ട്. എൻ്റെ വണ്ടിയിൽ ഒരു ഡ്രൈവറുണ്ട്, ചിരിക്കാനറിയാത്ത മനുഷ്യൻ. ദിമിത്രി എന്നാണ് പുള്ളിയുടെ പേര്. ദിമിത്രി മാത്രമല്ല, ഞാൻ ഈ മുർമാൻസ്കിലെത്തിയതിന് ശേഷം കണ്ട മനുഷ്യരിൽ ബഹുഭൂരിഷം പേരും ചിരിക്കുന്നവരല്ല. ചിരിക്കാൻ അവർക്ക് അറിയില്ല. ഞാൻ വളരെ മസിൽ പിടിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ ക്യാമറ തിരിക്കുമ്പം ഒരു മരപ്പാവ പോലെ ആ മനുഷ്യരിക്കുകയാണ്. മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. ക്യാമറയിലേക്കൊന്നും നോക്കില്ല, നമ്മളെ നോക്കി ഒന്ന് ചിരിക്കില്ല, ഒന്ന് കൈ വീശി കാണിക്കില്ല. എനിക്ക് തോന്നുന്നു ഈ കൊടും തണുപ്പിൽ ഭീകരമായ കാലാവസ്ഥയിൽ ജീവിച്ച് മനുഷ്യൻ്റെ മനസ്സ് പോലും മരവിച്ച് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പണ്ടുകാലം മുതലുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ മൃദുല വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരായി ജീവിക്കുന്നതാണെന്ന് സംശയമുണ്ട്. ഈ മില മാത്രമാണ് ഈ കൂടെ ചിരിക്കുന്ന ഒരാളായിട്ട് ആ നാട്ടിൽ നിന്ന് നമ്മൾ കാണുന്നത്. കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോൾ ചെറിയ ചില ഗ്രാമങ്ങൾ കാണാം. ഗ്രാമം എന്ന് പറഞ്ഞാൽ 5-6 വീടുകളേ ഉള്ളൂ. ആ വീടുകളൊക്കെ റഷ്യൻ ശൈലിയിൽ പണിത, മരം കൊണ്ട് പണിത, ചെരിഞ്ഞ കൂർത്ത മേൽക്കൂരയുള്ള കെട്ടിടങ്ങളാണ്. വീണ്ടും ഓടുകയാണ്. അങ്ങനെ കുറേ ദൂരം കൂടി ഓടി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ കുറേയേറെ വീടുകളുണ്ട്. വലിയ വീടുകളല്ല, ചെറിയ ചെറിയ വീടുകൾ, ചെരിഞ്ഞ മേൽക്കൂരയൊക്കെ ആയിട്ടുള്ള വീടുകൾ. അവിടെ ഒരു ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തി. വണ്ടി നിർത്തുമ്പോൾ മില നമ്മുടെ വണ്ടിയിൽ തന്നെയാണ്. ആ വണ്ടിയിലിരുന്ന് മറ്റ് വണ്ടിയിലെ ആളുകൾക്കും കമ്മ്യൂണിക്കേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഒരു സ്റ്റോപ്പാണ്. ഇപ്പോഴത്തേക്ക് 1 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, മില ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? അപ്പോൾ മില പറഞ്ഞു, ഈ സ്ഥലത്തിനൊരു പേരില്ല, പക്ഷേ ഞങ്ങളെല്ലാവരും ഇതിനെ വിളിക്കുന്നത് 49th കിലോമീറ്റർ എന്നാണ്, 49ാം കിലോമീറ്റർ. നമ്മൾ 12ാം മൈൽ 15ാം മൈൽ എന്നൊക്കെ പണ്ട് പേരിടുമായിരുന്നല്ലോ നമ്മുടെ പല സ്ഥലങ്ങൾക്കും. അതായത് ഒരു സ്ഥലത്ത് നിന്ന് എത്രാമത്തെ മൈലിൽ ഉള്ള ഒരു സ്ഥലം എന്ന് പേരിടുന്നു പറഞ്ഞ പോലെ തന്നെ ഈ മുർമാൻസ്കിൽ നിന്ന് 49 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ എത്തുന്ന സ്ഥലമാണിത്. അതിന് 49th കിലോമീറ്റർ എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഇറങ്ങുമ്പോൾ രസകരമായ കാര്യം എന്താ അറിയോ? മഞ്ഞാണ്, മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ഗ്രാമം. പക്ഷേ ഈ ഗ്രാമത്തിൽ ഒരു മനുഷ്യനുമില്ല. ഈ 49th മൈലിൽ വർഷത്തിൽ
ഒരു 3 മാസമേ ആളുകൾ വന്ന് താമസിക്കുകയുള്ളൂ. അതും എല്ലാവരും വന്ന് താമസിക്കില്ല, പലരും പല സമയത്താണ് വന്ന് താമസിക്കുന്നത്. 100-100ഓളം വീടുകളുണ്ട് അവിടെ. ഞങ്ങൾ ആ വീടുള്ള ആ തെരുവിലൂടെ നടന്നു. മഞ്ഞിനാൽ മൂടിപ്പോയ നിലമാണ്, മുഴുവൻ മഞ്ഞാണ്, സൂക്ഷിച്ച് നടക്കണം, ഇല്ലേ തെന്നി വീഴും. ഈ വീടുകൾ ഫേസ് ചെയ്തിരിക്കുന്നത് ഒരു തടാകത്തിൻ്റെക്കാണ്, ഇവിടുത്തെ കാൻഡിയാവർ തടാകത്തിലേക്ക്. കാൻഡിയാവർ തടാകത്തിൻ്റെ തീരത്താണ് ഈ ഗ്രാമം, അതിന് ചുറ്റുമായിട്ടാണ്. നമ്മളിപ്പം നടന്നങ്ങ് ചെല്ലുന്നത് കാൻഡിയാവർ തടാകത്തിൻ്റെ തീരത്തേക്കാണ്. അതിനെ ഫേസ് ചെയ്ത് നിരവധി വീടുകൾ. അപ്പോൾ തടാകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ വീടിൻ്റെ മുറ്റത്തൂടെ ഒന്ന് നടക്കാൻ തീരുമാനിച്ചു. വീടിൻ്റെ മുറ്റത്ത് ഒരു മനുഷ്യരില്ല, അവരെല്ലാം ഈ മഞ്ഞുകാലത്ത് ഇവിടെ നിന്ന് പോകും. അതായത് ഈ മുർമാൻസ്കിൽ നിന്നും റഷ്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വേനൽക്കാലത്ത്, അതായത് മറ്റു സ്ഥലങ്ങളിലൊക്കെ വേനൽക്കാലത്ത് അത്യാവശ്യം ചൂടുണ്ട്, ആ സമയത്ത് ആളുകൾ ഇവിടേക്ക് വരും. അവർക്കൊക്കെ ചെറിയ ചെറിയ ഗസ്റ്റ് ഹൗസുകളോ വെക്കേഷൻ ഹോമുകളോ പോലുള്ള വീടുകൾ ഇവിടെ പണിതിട്ടിട്ടുണ്ടാവും. അത്തരത്തിൽ പണിതിട്ടിരിക്കുന്ന വീടുകളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ കുടുംബവും കുട്ടികളുമൊക്കെ ഒത്ത് 1-1.5 ആഴ്ച, ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഇവരിവിടെ വന്ന് താമസിക്കും. റഷ്യയിൽ ദാഷകൾ എന്നാണ് ഇത്തരം വീടുകൾ അറിയപ്പെടുന്നത്. അവധിക്കാല വീടുകൾ അല്ലെങ്കിൽ ഫാം ഹൗസുകൾ എന്നൊക്കെ ഇതിനെ വിളിക്കും. അപ്പോൾ ഈ വീടുകളുടെ എല്ലാം മുമ്പിൽ കുട്ടികൾ കളിച്ചിട്ട് അങ്ങ് ഇപ്പോൾ അവിടെ വെച്ചിട്ട് പോയതേ ഉള്ളൂ എന്ന് തോന്നുന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങളുണ്ട്, അവരുടെ ടോയ് കാറുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ഊഞ്ഞാലുകളുണ്ട്. കൂടാതെ ഈ വീടുകൾക്കും പല വ്യത്യസ്തമായ ഷേപ്പുകളാണ്, വളരെ രസകരമായ ഷേപ്പാണ്. ചിലത് കണ്ടെയ്നർ വീടുകളാണ്, കണ്ടെയ്നർ കൊണ്ടുവന്ന് അടുക്കി വെച്ച് പണിതരം വീടുകൾ. മറ്റു ചിലത് തകരം കൊണ്ടൊരു പ്രത്യേക ഷേപ്പിൽ പണിതിരിക്കുന്ന വീടുകൾ. ചിലതൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ തീരത്തുകൂടെ ആ വീടുകളുടെ മുമ്പിലൂടെ നടന്നു. ഈ കാൻഡിയാവർ തടാകത്തിൽ നിന്ന് മീൻ കിട്ടും, ധാരാളം മീനുള്ളൊരു തടാകമാണ്. അവിടുന്ന് മീൻ പിടിക്കും. മീൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യും. വീടിൻ്റെ മുറ്റത്ത് വെച്ച് അയൽവക്കക്കാരും കൂട്ടുകാരും ഒക്കെ ഒത്തുചേരും. അല്പം വോഡ്കയൊക്കെ ഉണ്ടാവും, അല്പമല്ല നന്നായിട്ട് വോഡ്ക കഴിക്കും ഇവർ. ഈ വോഡ്കയും മീൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ ആയിട്ട് ആഘോഷിക്കും, കുട്ടികൾ കളിക്കും. അങ്ങനെ ഇവരുടെ ജീവിതത്തിൻ്റെ ഉല്ലാസ ദിവസങ്ങൾ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ 49 കിലോമീറ്റർ. അവിടെ കുറേ നേരമൊക്കെ ചുറ്റി നടന്നു. എന്നിട്ട് ഞങ്ങൾ തടാക തീരത്തേക്ക് ചെല്ലുന്നു. ഈ തടാകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ഈ തടാകത്തിൽ ഇങ്ങനെ ഓളങ്ങൾ കാണാം, പക്ഷേ ഈ ഓളങ്ങൾ അനങ്ങുന്നില്ല. ഓളങ്ങൾ മരവിച്ചു പോയ ഓളങ്ങൾ. ഈ തടാകത്തിൻ്റെ മുകൾ ഭാഗം ഐസാണ്, ഉറഞ്ഞു പോയിരിക്കുന്നു. ഇത് ഉറഞ്ഞു എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ മനസ്സിലാകുന്നതെന്നറിയോ? ഐസിൻ്റെ കട്ടകൾ നിലത്തുനിന്ന് പൊളിച്ചെടുത്തിട്ട് നമ്മുടെ കൂടെയുള്ളവർ ഈ വെള്ളത്തിലേക്ക് എറിയുമ്പോൾ ഈ വെള്ളപ്പരപ്പിന് മുകളിലൂടെ അല്ലെങ്കിൽ ഈ കട്ടയായി കിടക്കുന്ന വെള്ളത്തിന് മുകളിലൂടെ തെന്നി ഈ ഐസ് കട്ട അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞ ആ കല്ല് ഇങ്ങനെ പോകും. അത് വെള്ളത്തിലേക്ക് ആണ്ടു പോകാതെ താഴ്ന്നു പോകാതെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പം വേണമെങ്കിൽ ഇതൊക്കെ എറി നടക്കാം. പക്ഷേ ഇപ്പം നടക്കുന്നത് അപകടമാണെന്ന് മില പറഞ്ഞു. കാരണം ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കേ നല്ല കനത്തിൽ വെള്ളം ഉറയുള്ളൂ. നല്ല കനത്തിൽ വെള്ളം ഉറഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോൾ കയറി നടന്നാൽ ചിലപ്പോൾ ഐസ് പൊട്ടിയ വെള്ളത്തിനകത്തേക്ക് പോകും. അടിയിലെ വെള്ളം ഉറഞ്ഞിട്ടില്ല. വെള്ളം തണുപ്പ് കൂടുന്തോറും അടിയിലേക്ക് ഉറഞ്ഞുറഞ്ഞു വരും. അപ്പോൾ ഒരു 6 ഇഞ്ച് കനത്തിലൊക്കെ വെള്ളം ഉറഞ്ഞു കഴിയുമ്പോഴാണ് അതിന് മുകളിലൂടെ 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് 9 ഇഞ്ച് വരെ വെള്ളം ഉറഞ്ഞു കഴിയുമ്പോഴാണ് അതിന് മുകളിലൂടെ ആളുകൾക്ക് നടക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു വിനോദം ഐസ് ഫിഷിംഗ് ആണ്. ഐസ് ഫിഷിംഗ് കാനഡയിലും മറ്റ് പല രാജ്യങ്ങളിലും ഉണ്ട്. ഇങ്ങനെ മഞ്ഞുകാലത്ത് തണുപ്പ് കാലത്ത് ഇതങ്ങനെ ഉറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തൂടെ മീനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയി ഇവർ തുളയിടും. അത് ഡ്രില്ല് ചെയ്യുന്ന ചില യന്ത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു 6 ഇഞ്ച് വ്യാസത്തിൽ ഡ്രില്ല് ചെയ്ത് ഒരു തുളയിടും. അപ്പോൾ 6 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് കനത്തിലുള്ള ഒരു ഐസ് പൊട്ടിച്ചാൽ മതിയല്ലോ. അത് തുളച്ചിട്ട് ഇതിനകത്തേക്ക് ഇവർ ഇരയുള്ള ചൂണ്ട ഇട്ട് കൊടുക്കും. അപ്പം അതിൽ മീൻ വന്ന് കുത്തും. ധാരാളം മീനുകൾ കിട്ടും. അതിനകത്ത് മീൻ പൊക്കിയെടുക്കും. അവരതിനെ ഗ്രില്ല് ചെയ്യും. നല്ല രുചികളുള്ള ട്രൗട്ട്, സാൽമൺ ഒക്കെ പോലുള്ള മീനുകൾ അതിനകത്ത് നിന്ന് കിട്ടുക. നല്ല ഗംഭീര മീനാണ്. അങ്ങനെ മീൻ പിടിക്കുന്നതും ഈ വിൻ്റർ കാലത്തെ ഒരു വിനോദമാണ്. ഐസ് ഫിഷിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഈ കാൻഡിയാവർ തടാകം അതിവിശാലമായി കിടക്കുന്ന ഒരു കാൻഡിയാവർ തടാകമാണ്. അതിൻ്റെ തീരങ്ങൾ അതിസുന്ദരം, മഞ്ഞ് വീണ തീരങ്ങൾ, ദാഷകൾ. അവിടെ മനുഷ്യരില്ല, ഞങ്ങൾ മാത്രം. ഞങ്ങൾ 42 ആളുകൾ. ഈ തടാകത്തിൻ്റെ മറ്റേ കരയിൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി ചെന്ന് കഴിഞ്ഞാൽ അറോറ വില്ലേജ് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഭാഗത്തുള്ള ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മനുഷ്യവാസമുള്ള ഏക പ്രദേശം. ഞങ്ങൾ കുറേ നേരം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു, ഷൂട്ട് ചെയ്തു. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. വാഹനത്തിൽ കയറി വീണ്ടും പോകുമ്പോൾ പിന്നെയും വിജനതയാണ്. കുറേ ദൂരം കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിൻഡ് മില്ലുകളുടെ വലിയൊരു പ്രദേശത്തേക്കാണ് എത്തുന്നത്. ഈ പ്രദേശത്ത് അതിഭീകരമായ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ്. ഉത്തരധ്രുവത്തേക്ക് അടുത്ത് കഴിഞ്ഞല്ലോ, ഉത്തരധ്രുവ പ്രദേശമാണിത്. അപ്പോൾ ഈ കാറ്റിൽ നിന്നാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അവിടെ ഈ വിൻഡ് മില്ലുകളിലെ മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് കുറേ ജോലിക്കാരുണ്ട്. അവർ താമസിക്കുന്ന ചെറിയ സെറ്റിൽമെൻറ്റുകൾ കൂടിയുണ്ട്. അത് അവിടെ ഒരിടത്തും വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി കുറേ ഷോട്ടുകളെടുത്തു, ദൃശ്യങ്ങൾ പകർത്തി. ആളുകൾക്ക് ഈ മഞ്ഞിലൂടെ കളിക്കാനും ഈ വിൻഡ് മില്ലുകളിലെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരം കിട്ടി.
ഞങ്ങൾ വളരെ ലിഷർലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. വീണ്ടും അവിടുന്ന് യാത്ര ചെയ്യുന്നു, വീണ്ടും പോകുന്നു. കുറേ ദൂരം കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ റോഡിൻ്റെ ഒരു വശത്ത് വലിയൊരു മൈതാനം പോലത്തെ ഒരു ഭാഗം കാണാം. അത് ഒരു കാലത്ത് അവിടുത്തെ എയർ സ്ട്രിപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1984-85 കാലത്താണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന റോഡ് ഈ ടെറിബർക്കയിലേക്കുണ്ടായത്. അതിനു മുമ്പ് വരെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ടെറിബർക്കയിൽ നിന്നുള്ള ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യലോ അവർക്ക് ചികിത്സ എത്തിക്കലോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഒഫീഷ്യൽസിനോ ഒക്കെ ഈ പ്രദേശത്ത് എത്തണമെങ്കിൽ ചെറിയ വിമാനങ്ങളിലെ ആളുകൾ വന്നിരുന്നത്. ആ വിമാനങ്ങളിൽ ലാൻഡ് ചെയ്തിരുന്ന ഒരു എയർ സ്ട്രിപ്പാണത്. അവിടെ പിന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ദൂരം കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ ടെറിബർക്ക കാണാം. അപ്പോഴത്തേക്കും നമ്മൾ 3 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. 3 മണിക്കൂർ ഓടിയാണ് നമ്മളിവിടെ എത്തുന്നത്. ടെറിബർക്ക എന്ന് പറയുന്നത് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം കുറേയേറെ കെട്ടിടങ്ങളൊക്കെയുള്ള ബാരൻസ് സീയുടെ തീരത്തെ ഒരു മനോഹരമായൊരു പട്ടണമായിട്ടാണ് നമ്മൾ അകലേന്ന് കാണുന്നത്. ഈ ബാരൻസ് സീ എന്ന് പറയുന്നത് ആർട്ടിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബാരൻസ് സീ. ആ ബാരൻസ് സീ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ചില ഉൾക്കടലുകളൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ ടെറിബർക്ക പട്ടണം. മനോഹരമായ രസമായൊരു പട്ടണമാണ്. പക്ഷേ കൂടുതൽ നമ്മളങ്ങ് അടുത്ത് ചെല്ലുമ്പോണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാവും. ഈ കെട്ടിടങ്ങളൊക്കെ എന്നോ ആളുകൾ ഉപേക്ഷിച്ച് പോയതാണ്. ജനവാസമില്ലാത്ത തകർന്നു തുടങ്ങിയ പഴയ മരക്കെട്ടിടങ്ങളാണ്. നമ്മളേതോ കൗബോയ് സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതുപോലത്തെ ഒരു പ്രദേശം. പക്ഷേ എനിക്കത് ദൃശ്യപരമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിമനോഹരമായ വിഷ്വൽസാണ്. അവിടെ ഈ കെട്ടിടങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു ഭാഗത്ത് തന്നെ വണ്ടി കൊണ്ടുപോയി നിർത്തി. ഈ സമയമായപ്പോഴത്തേക്കും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ആളുകൾക്കൊന്ന് മൂത്രം ഒഴിക്കണം. ഇവിടെ ഒരു ഭാഗത്ത് കളർഫുള്ളായിട്ടുള്ള ഒരു കെട്ടിടം, ചെറിയൊരു കെട്ടിടം പണിത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് ഈ കളർഫുൾ കെട്ടിടങ്ങളുടെ മുമ്പിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്. അതിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് മില പറഞ്ഞു, അതാണ് ടോയ്ലറ്റ്, വേണ്ടവർക്ക് അവിടെ പോകാം. പല ഡോറുകൾ പിടിപ്പിച്ച ഒരു ചെറിയ കെട്ടിടം. ഞങ്ങളങ്ങ് നടന്നു ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ ഒരറ്റത്തെ ടോയ്ലറ്റിൻ്റെ ഡോറ് തുറന്ന് ഒരു വൃദ്ധ സ്ത്രീ തല പുറത്തേക്കിട്ടു. അവരെന്തോ റഷ്യൻ ഭാഷയിൽ ഉറക്ക വിളിച്ച് പറഞ്ഞു. അപ്പോൾ മില പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ടോയ്ലറ്റിൽ കയറുന്നതിന് മുമ്പ് ആ അമ്മൂമ്മയെ പോയി കാണണം. അമ്മൂമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കണം, റൂബിൾ കൊടുത്താലേ അകത്ത് കയറ്റൂ. അപ്പോൾ ഇവർ നമ്മുടെ ആളുകൾ ഈ അമ്മൂമ്മയുടെ അടുത്ത് ചെന്നു. അമ്മൂമ്മയുടെ മുഖത്താകെ ഒരു ദേഷ്യമാണ്. നിങ്ങൾ എന്തിനിങ്ങോട്ട് വന്നു എന്നുള്ള മട്ടിലാണ്. അല്ലാതെ നമ്മൾ ഇവിടെ വന്ന ഒരു ഗസ്റ്റ് ആണെന്നോ പൈസ തരാമെന്നാണെന്നോ ഒന്നുമല്ല. പണ്ടൊക്കെ ഒരു റേഷൻ വാങ്ങാൻ നമ്മൾ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഈ ടോയ്ലറ്റിന് മുമ്പിൽ നമ്മൾ കാര്യം സാധിക്കാൻ നിൽക്കേണ്ടത്. ഒരു ടോയ്ലറ്റ് മുറി അമ്മൂമ്മയുടെ ഓഫീസാക്കിയിരിക്കുക. ഒട്ടും തണുപ്പും നല്ല തണുത്ത കാറ്റും ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മ ഈ വാതിലടച്ചിട്ട് ടോയ്ലറ്റിനകത്ത് എപ്പോഴും ഇരിക്കുക. എന്നിട്ട് ആരെങ്കിലും വരുന്ന കാൽ പതിയുന്ന ശബ്ദം കേൾക്കുമ്പോൾ മാത്രം വാതിൽ തുറന്നിട്ട് ഉറക്ക ശകാരിക്കും മട്ടി പറയും, ഇവിടെ വന്ന് കാശടച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ എല്ലാവരും പോയി പൈസ അടയ്ക്കുന്നു. 70 റൂബിൾ വേണം അവിടെ മൂത്രം ഒഴിക്കണമെങ്കിൽ. 70 റൂബിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് 82 രൂപ. എൻ്റെ യാത്രകളിൽ ഏറ്റവും ചിലവേറിയ മൂത്രം ഒഴിക്കൽ മിക്കവാറും ആ ടെറിബർക്കയിലെ ഇതായിരിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ കെട്ടിടത്തിൻ്റെ പുറകിൽ അതിനപ്പുറേ പഴഞ്ചനായി ഇപ്പം മറിഞ്ഞു വീഴുമെന്ന് മട്ടി നിൽക്കുന്ന മരക്കെട്ടിടങ്ങൾ ധാരാളമുള്ള ആ പറമ്പിലേക്ക് കയറി കാര്യം സാധിക്കും. അത്രേ ഉള്ളൂ. ഞാൻ ഈ പുൽമേടുകൾ നിറഞ്ഞ ആ പ്രദേശത്തോട് നടക്കാൻ തുടങ്ങി. ഈ പുൽമേടുകളിലാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള കുറേയേറെ കെട്ടിടങ്ങൾ. അതിമനോഹരമായ കാഴ്ചയാണ്. പുല്ലിങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. അതിനിടയ്ക്കൂടെ ഇങ്ങനെ നടക്കാം. അതിൻ്റെ ചുറ്റും മരക്കെട്ടിടങ്ങൾ, ചിലയിടത്ത് പഴയ കാറുകൾ, ചില കാറുകൾക്ക് ചക്രമില്ല, ചിലത് ക്യാരവനുകളാണ്, പണ്ടാരോ ഉപേക്ഷിച്ച് പോയ തരം ക്യാരവനുകൾ, പലതരം ബസ്സുകൾ, ഇങ്ങനെ പലതിൻ്റെ ശവപ്പറമ്പ് പോലെ കിടക്കുകയാണ്. ചെറിയൊരു സ്ഥലമല്ല, അതിവിശാലമായൊരു സ്ഥലം. ഈ പ്രദേശത്ത് വെച്ച് 2014 ഒരു സിനിമ ചിത്രീകരിച്ചു. ലോകപ്രശസ്തമായി തീർന്ന ഒരു റഷ്യൻ സിനിമയാണ്. ലെവിയാത്തൻ എന്നാണ് ആ സിനിമയുടെ പേര്. അത് 2015 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമൊക്കെ കിട്ടിയതാണ്. ഒരു 2 ആഴ്ച മുമ്പ് സഫാരി ചാനലിൽ മൂവി ക്ലാസിക് എന്ന് പറയുന്ന പരിപാടിയിൽ ഈ ലെവിയാത്തൻ സിനിമ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാവാം. മനോഹരമായൊരു സിനിമയാണ്. ഒരു തരത്തിലുള്ള ഒരല്പം ഹൊറർ സ്വഭാവമുള്ള ഒരു മൂവിയാണ്. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ ഇതായിരുന്നു. ആ സിനിമയല്ല, ആ സ്ഥലം കണ്ടാൽ ഒരു മലയാള സിനിമാ പ്രവർത്തകനായി ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അവിടെ വെച്ച് നടന്ന ഒരു സംഭവം, ഒരു കഥയുണ്ടാക്കി സിനിമ ചിത്രീകരിക്കാൻ ആഗ്രഹിച്ചു പോകും, കൊതിച്ചു പോകും. അതുപോലത്തെ സ്ഥലമാണ്. മനുഷ്യരുപേക്ഷിച്ച് പോയ മരക്കെട്ടിടങ്ങളുള്ള ഒരു പ്രദേശം. ഞാൻ അതിലൂടെ എല്ലാം ചുറ്റി നടന്നു. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ പുതിയൊരു കെട്ടിടം, ഇപ്പോഴും സജീവമായി നിൽക്കുന്നു തോന്നുന്ന പോലെ കളറടിച്ച് പെയിൻ്റ് അടിച്ച് വൃത്തിയുള്ളൊരു കെട്ടിടം. അതിൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ പാലസ് ഓഫ് കൾച്ചറാണ് അതെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന റഷ്യൻ ഭാഷയിലാണ്. ഞാനപ്പോൾ തിരിച്ചു വന്ന് മിലയോട് ചോദിച്ചു, ഇതെന്താ അത്? അപ്പോഴാണ് പറഞ്ഞത് പാലസ് ഓഫ് കൾച്ചർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എല്ലാ പട്ടണങ്ങളിലും ഒരു കൾച്ചറൽ സെൻ്റർ ഉണ്ടാവും.
ആളുകൾ ഒത്തുചേരുന്ന, കലയെ പരിപോഷിപ്പിക്കുന്ന, കലയ്ക്ക് പരിശീലനം നൽകുന്ന പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന മ്യൂസിയങ്ങളുള്ള, ആ നാടിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിയമുള്ള, നിരന്തരം കൾച്ചറൽ പെർഫോമൻസുകൾ നടക്കുന്ന ഒരു കേന്ദ്രം. എല്ലാ പട്ടണത്തിലും അതുണ്ടാവും. അതിന് പാലസ് ഓഫ് കൾച്ചർ എന്നാണ് അതിൻ്റെ പേര്. ഇവിടെയും അതുണ്ട്. അതിപ്പോഴും സജീവമാണ്. അതിന് മുമ്പിൽ രസകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ എയർ മ്യൂസിയം അവിടെയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം, ഈ പ്രദേശത്തെ ജീവജാലങ്ങൾ, ഈ പ്രദേശത്തെ മത്സ്യം, ഈ പ്രദേശത്തെ വൃക്ഷസമ്പത്ത്, സസ്യജാലങ്ങൾ, ഇതിൻ്റെയൊക്കെ ചരിത്രവും ഫോട്ടോകളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയം. അതിമനോഹരമാണ്. ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും വണ്ടിയെ കയറി. അപ്പോഴത്തേക്കും മണി 1 കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വിശപ്പായി. ഈ തണുപ്പ് രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭീകരമായ വിശപ്പായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കണം. നമ്മൾ ടെറിബർക്കയുടെ ബീച്ചിലേക്കാണ് പോകുന്നത്. ടെറിബർക്ക ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് കര തീരുകയാണ്. അവിടെയാണ് ബാരൻസ് സീ തുടങ്ങുന്നത്. ബാരൻസ് സീയും ടെറിബർക്കയും കൂടെ സംഗമിക്കുന്ന റഷ്യയുടെ വടക്കേ അതിരായ ആ മണൽ തീരത്തേക്ക് നമ്മൾ ചെന്നിറങ്ങുകയാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അവിടെ ഒരു അന്തർവാഹിനി കൊണ്ടുവന്ന് കരയ്ക്കെടുത്ത് വെച്ചതുപോലത്തെ ഒരു സാധനമാണ്. അത് അന്തർവാഹിനിയല്ല, വലിയൊരു ലൈഫ് ബോട്ടാണ്. വലിയ യുദ്ധകാലത്ത് യുദ്ധക്കപ്പലുകളിൽ നിന്ന് പട്ടാളക്കാർ കരയിലേക്ക് വന്നിരുന്ന ഒരു പഴയ ഒരു വാഹനം, കടൽ വാഹനം. അത് ഇന്ന് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് ഒരു കാലത്ത് റെസ്റ്റോറൻ്റ് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അതിനകത്ത് രാത്രി താമസിക്കുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്നത്. പക്ഷേ അതൊരു കാഴ്ചയാണത്. അത് കടന്ന് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒരു വലിയ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ മണൽത്തീരത്തേക്ക് ചെല്ലുകയാണ്. മനോഹരമായൊരു ബീച്ചാണ്. അവിടെ ഒരു കൂറ്റൻ സിംഹാസനം പണിത് വെച്ചിട്ടുണ്ട്. 1-2 കൊല്ലം മുമ്പ് അവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നു. ആ ഫെസ്റ്റിവലിൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഐക്കണാക്കി അന്ന് പണിതാണ് ആ സിംഹാസനം. കുറേ ഉയരത്തിലുള്ള ഒരു തടി കൊണ്ട് പണിത മനോഹരമായൊരു സിംഹാസനം. ദ ത്രോൺ ഓഫ് ദ ലോർഡ് ഓഫ് ദ നോർത്ത് എന്നാണ് അതിൻ്റെ പേര്. ദ ത്രോൺ ഓഫ് ദ ലോർഡ് ഓഫ് ദ നോർത്ത്, വടക്കിൻ്റെ പ്രഭുവിൻ്റെ സിംഹാസനം. അതൊരു വലിയൊരു ചിഹ്നമാണ് ആ പ്രദേശത്തിൻ്റെ. ആ ഫെസ്റ്റിവലിൻ്റെ ചിഹ്നവും കൂടി ഇതായിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പയ്യ ആ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ തുടങ്ങി. അവിടെ വേറൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു ബോർഡ് വാക്ക് പോലെ നിലത്തുകൂടെ പലക വിരിച്ചിട്ടുണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ കടൽ തീരത്തൂടെ. അതിലേക്ക് ഈ മണൽ തിരയടിച്ച് കയറി മണൽ കയറ്റി ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു മനുഷ്യനുണ്ട്. അയാളിങ്ങനെ കൂനിക്കൂടി നിന്ന് കൊടും തണുപ്പിൽ നിന്ന് ഈ മണൽ കോരിക്കൊണ്ടിരിക്കുക, മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വേറൊരു പട്ടി പ്രത്യക്ഷപ്പെട്ടു. ഈ പട്ടി വന്നിട്ട് ഇയാൾ ചെയ്യുന്ന പോലെ തന്നെ മണലിൽ മാന്താൻ തുടങ്ങുക, മാന്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പട്ടി എവിടെ നിന്ന് ഒരു തടിക്കഷ്ണം, ഒരു മരക്കമ്പ് എടുത്തുകൊണ്ട് വരുന്നു, ഇത് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നു, മാന്തുന്നു. വീണ്ടും വേറൊരു ഭാഗത്ത് മാന്തുന്നു. എന്നിട്ട് ഇവിടുന്ന് ഈ മരക്കമ്പ് വീണ്ടും മാന്തി എടുത്ത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പട്ടി വേറെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ ഇത് തന്നെ പണി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മണൽ കോരിക്കൊണ്ടിരുന്ന ആൾ വന്ന് ഈ പട്ടിയുടെ കമ്പെടുത്തിട്ട് ഒരു എറിഞ്ഞു, അതിലേക്ക് നീട്ടിയെറിഞ്ഞു. ഇവൻ ഓടിപ്പോയി ആ മരക്കമ്പ് എടുത്തുകൊണ്ട് വന്ന് വീണ്ടും വേറൊരിടത്ത് കുഴി കുത്തിയിട്ട് ഇട്ടു. അപ്പോൾ ഇയാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവൻ്റെ സ്ഥിരം പരിപാടി ഇത്. ഈ റെസ്റ്റോറൻറ്റുകാരൻ്റെ മുതലാളിയുടെ പട്ടിയാണ്. അവൻ്റെ വിനോദം ഇതാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിൽ ഇവനൊരു കുഴപ്പമില്ല, അവൻ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങും. ഈ ബീച്ചിലേക്ക് ടൂറിസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ ഉടനെ ഇവൻ വന്ന് ഇവൻ്റെ കലാപരിപാടികൾ ആരംഭിക്കുകയായി. അവൻ ഒന്നെങ്കിൽ ഒരു മരക്കമ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ കഷ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കല്ലായിരിക്കാം, എന്തെങ്കിലും കൊണ്ടുവരും, മാന്തും, കുഴിച്ചിട്ടും മൂടും. എന്നിട്ട് എല്ലാവരും ഒക്കെ നോക്കും എങ്ങനെയുണ്ട് എൻ്റെ കലാപരിപാടി എന്നുള്ള മട്ടിൽ. അത് കഴിയുമ്പോൾ വീണ്ടും മാന്തി അതെടുക്കും, വേറെ കൊണ്ടുപോയി കുഴിച്ചിടും. വളരെ രസികനായൊരു പട്ടി. അപ്പോഴത്തേക്കും ഭക്ഷണം, ലഞ്ച് റെഡിയായി. ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഈ കടൽ കാണുന്ന, കടൽ തീരത്തുള്ള ഈ ബീച്ചിലുള്ള റെസ്റ്റോറൻറ്റ്. അവിടെ കയറി ചെല്ലുന്നു. അത് മരം കൊണ്ട് പണിത ഗംഭീര റെസ്റ്റോറൻറ്റാണ്. അവിടെയും ഒരു ബാറിലേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. മദ്യം യഥേഷ്ടം ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ മദ്യമൊന്നും ഉൾപ്പെട്ടതല്ല. നമുക്കൊരു 4 കോഴ്സ് ലഞ്ചാണ് ആ സമയത്ത്. ഒരു സൂപ്പിൽ തുടങ്ങും. നല്ല തണുപ്പല്ലേ, നല്ല സൂപ്പൊരെണ്ണം നല്ല അത്യാവശ്യമുള്ളൊരു സമയമാണ്. അത് കഴിഞ്ഞ് സാലഡ്സ് വരും. പിന്നീട് ചോറും ഫിഷും കൂടെയാണ് വരുന്നത്. ഫിഷ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രില്ല് ചെയ്ത് ഫിഷ്. പിന്നെ ഡെസേർട്ട്. ഇത്രയും ആണ്. അത് ആസ്വദിച്ച് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി അടുത്ത യാത്ര തുടങ്ങുകയാണ്. ശരിക്കും ഈ ടെറിബർക്ക ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത് ടൂറിസ്റ്റുകളെ കൊണ്ടാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ട് ടൂറിസ്റ്റുകളുടെ വരവ് കൂടി. ഇപ്പം ഞാൻ ഈ കഥ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒന്ന് പോകണമെന്ന് തോന്നില്ലേ? അല്ലെങ്കിൽ ഈ മുർമാൻസ്കും ടെറിബർക്കയും ഒക്കെ ഇന്ന് കേരളത്തിൽ നിന്ന് പോലുമുള്ള ടൂറിസ്റ്റുകളുടെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറി. റഷ്യൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജീവിതം വഴിമുട്ടി നിന്ന് ടെറിബർക്കയിലെ ഫിഷിംഗ് തൊഴിലാളികൾ, അല്ലെങ്കിൽ അവിടേക്ക് കുടിയേറിയിരുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷ ഇന്ന് ടൂറിസമാണ്. നമ്മൾ കണ്ട ഈ ആളൊഴിഞ്ഞു പോയ കെട്ടിടങ്ങൾ, പഴഞ്ചൻ കെട്ടിടങ്ങൾ, ഇവിടുത്തെയൊക്കെ മനുഷ്യരെവിടെ? ഇവരെല്ലാം ഇങ്ങനെ ചെതറി ഈ ടെറിബർക്കയുടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ താമസിക്കുകയായിരുന്നെങ്കിൽ എണ്ണം കുറഞ്ഞതോടുകൂടി സർക്കാർ എന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടി അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ പണിതു. ഇവരെല്ലാം കൂടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തുടങ്ങി.
അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റികളെല്ലാം ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരത്ത് അവർക്ക് വേണ്ട ഷോപ്പുകൾ, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂള്, നേഴ്സറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ സംവിധാനങ്ങൾ ഇതെല്ലാം അവിടെയുണ്ട്. ഞങ്ങൾ അതിലൂടെ എല്ലാം ഈ വാഹനത്തിൽ സഞ്ചരിച്ചു. അവിടെയാണ് ഇപ്പം മനുഷ്യർ വസിക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ട് ഉപേക്ഷിച്ച് പോയ പോലെയാണ്. അവിടെ അതിഭീകരമായ തിരയടിക്കുന്ന പാറക്കൂട്ടങ്ങളുള്ള ഒരു കടൽ തീരവും കൂടിയുണ്ട്. അവിടെ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചെല്ലുമ്പം പലയിടത്തും ഈ ബോട്ടുകളുടെ നിർമ്മാണ യാർഡുകൾ കാണാം. അവിടെ ഇപ്പോഴും ബോട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. അത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. പണ്ടുകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, റഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ഫിഷിംഗ് കേന്ദ്രമായിരുന്നു. തിമിംഗലങ്ങളെ വേട്ടയാടുന്ന, തിമിംഗലങ്ങളെ പിടികൂടുന്ന ഒരു പ്രധാന പ്രദേശമായിരുന്നു ഇവിടെ. വീണ്ടും നമ്മൾ കുറച്ചുകൂടെ യാത്ര ചെയ്തെത്തുമ്പോൾ ഒരു ഭാഗത്ത് റോഡ് സൈഡിൽ തന്നെ കൂറ്റൻ ഒരു തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ടെമ്പോ ട്രാവലിൻ്റെ നീളമുണ്ട് ഈ അസ്ഥികൂടത്തിന്. സ്പയം വെയിൽ എന്ന് പറയുന്ന ഒരു വെയിൽ, ഒരു തിമിംഗലത്തിൻ്റെ ഒരു അസ്ഥികൂടം. വീണ്ടും നമ്മൾ യാത്ര ചെയ്തെത്തുന്നത് കപ്പലുകളുടെ ശ്മശാനം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 30കളിലും 40കളിലും 50കളിലും എല്ലാം ഫിഷിങ്ങിന് പോകുന്ന കപ്പലുകൾ വന്ന് അടുത്തിരുന്ന തീരമായിരുന്നു. അതുകൊണ്ടൊന്ന് റിപ്പയർ ചെയ്യുന്ന യാർഡുകളും ഷിപ്പ് യാർഡുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിഷിങ്ങിന് പോയ കപ്പലുകളെ അടുപ്പിച്ചിട്ടിരുന്ന സ്ഥലമാണിത്. പിന്നീട് ഫിഷിങ്ങിൻ്റെ പ്രതാപം കെട്ടതോടുകൂടി അവിടെ കിടന്ന കപ്പലുകൾ പലതും അവിടെ കിടന്നങ്ങ് ദ്രവിച്ചു. അവയുടെ അസ്ഥികൂടങ്ങൾ ഇന്ന് ഈ ഉൾക്കടലിൻ്റെ തീരത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ചെല്ലാം. അതിൽ ചില ഷിപ്പുകളുടെ മുകളിലൂടെ കയറി നമുക്ക് നടക്കാം. അതിഭീകരമായ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള പലർക്കും ഇനി ഒരു നല്ല ചൂട് കാപ്പി കിട്ടിയാലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരു ചൂട് ചായ കിട്ടണം എന്നുള്ള അവസ്ഥയായി. അപ്പോൾ അടുത്ത് കുറച്ചുകൂടെ അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഒരു കോഫി ഷോപ്പുണ്ട്. ഇവിടെ ഈ കോഫി ഷോപ്പൊക്കെ തുറന്നിരിക്കുന്നതൊക്കെ അപൂർവമാണ്. അതും 3:30, 4 മണി, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ അടച്ചിട്ട് പോകും. വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ, നമ്മളെപ്പോലെ വല്ലപ്പോഴും വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവർക്ക് കസ്റ്റമേഴ്സായിട്ടുള്ളത്. ആ വലിയൊരു മുറ്റമുള്ള ആ ഒരു കോഫി ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുപോയി നിർത്തി ഞങ്ങളവിടെ ഇറങ്ങുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ വേറെയും കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടേക്ക് ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മില പറഞ്ഞു, അവിടെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു വിഭവം കിട്ടും, അതെല്ലാവരും ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതാണ്. അതിന് കുറച്ച് പൈസ കൊടുക്കണം, പക്ഷേ അതൊന്ന് കഴിക്കണം. ആ വിഭവം സീ അർച്ചിനാണ്. സീ അർച്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കടൽച്ചേന എന്ന് പറയും. ഈ കടൽച്ചേന കടലിൻ്റെ അടിത്തട്ടിൽ വസിക്കുന്നൊരു ജീവിയാണ്. അതൊരു വിചിത്ര ജീവിയാണ്. ഈ ജീവിയെ പച്ചയ്ക്ക് പിളർന്ന് അത് അതിൻ്റെ ഒരു മാംസം നമുക്ക് തരും, അത് കഴിക്കാം. വേവിച്ചിട്ടില്ല, പച്ച മാംസമാണ്, കഴിക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് കയറി ചെല്ലുന്ന ആളുകൾക്ക് ഇത് കഴിക്കാനൊരു മടി. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ സാഹസികന്മാരായ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, ചെറുപ്പക്കാർ. അവരിൽ സലൂപ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ധീരനായിട്ട് മുമ്പേ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിക്കാൻ പോവുക. അങ്ങനെ അദ്ദേഹം ഓർഡർ ചെയ്യുന്നു. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഇതിനെ കീറി അതിനകത്തെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളെല്ലാം എടുത്ത് കളയണം, അത് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് അതിൻ്റെ മാംസഭാഗം എടുത്ത് അത് പ്രത്യേക രീതി വേണം കഴിക്കാൻ. ചുമ്മാ ചവച്ചരച്ച് തന്നെയല്ല, നമ്മൾ വാ തുറന്ന് അങ്ങ് തൊണ്ടയിലേക്ക് ഇടണം. ഇതിനെ തൊണ്ടയിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം. ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പയ്യെ വിഴുങ്ങാം. ഈ ആചാരപരമായ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സലൂബ് അത് കഴിച്ചിട്ട് സലൂബ് പ്രഖ്യാപിച്ചു, ആദിഗംഭീരം. നല്ല ഇളം കരിക്കുണ്ടല്ലോ, കരിക്കിൻ്റെ കാമ്പില്ലേ, അത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നില്ലേ, അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ തൊണ്ടയിലേക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് അതിൻ്റെ രുചി, അതാണ് അതിൻ്റെ സുഖം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കണം എന്നായി. പക്ഷേ കാശ് മുടക്കി വാങ്ങാൻ എല്ലാവർക്കും താല്പര്യമൊന്നുമില്ല. ഈ സലൂബ് കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടോ എന്ന് ചിലരൊക്കെ അന്വേഷിച്ചു. എങ്കിലും സലൂബ് തന്നെ സ്പോൺസർ ചെയ്തു. ബാക്കിയുള്ളവർക്കും കൂടെ വേണ്ടി 2-3 എണ്ണത്തിനെയും കൂടെ കീറി അതിൻ്റെ ആവശ്യമില്ലാത്തെല്ലാം കളഞ്ഞു. വീണ്ടും അതിൻ്റെ ഈ പറഞ്ഞ കാമ്പെടുത്തു, തൊണ്ടയിലിട്ടു. കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെ സീ അർച്ചിൽ അല്ലെങ്കിൽ കടൽച്ചേന എന്ന് പറയുന്ന ഒരു വിഭവം കൂടെ ഇവിടെ കഴിച്ചു. ഈ മരം കൊണ്ട് പണിത കോഫി ഷോപ്പിൻ്റെ ഭിത്തിയിൽ മുഴുവൻ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആളുകളുടെ പേര് ആണ് എഴുതിയിരിക്കുന്നത്, അവർ വന്ന തീയതിയാണ് എഴുതിയിരിക്കുന്നത്, ഒപ്പം അവരുടെ ഒപ്പുമുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് നോക്കി നടക്കുമ്പം തമിഴന്മാരാരോ വന്നിരിക്കുന്നു, തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നു. നമ്മുടെ സഹയാത്രികർ ചിലർ വന്നിട്ട് പറഞ്ഞു, സാറേ നമുക്ക് സഞ്ചാരം എന്ന് ഇവിടെ എഴുതണം. എഴുതിക്കോളൂ, സഞ്ചാരം നവംബർ 2024 ആ പലകയിൽ രേഖപ്പെടുത്തി വെച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ ഒരു ഒപ്പിടണം. അങ്ങനെ ഞാൻ അതിൻ്റെ അടിയിൽ ഒപ്പ് കിട്ടു. 2024 നവംബർ മാസത്തിൽ സഞ്ചാരത്തിൻ്റെ ഒരു സംഘം അവിടെ എത്തിയതിൻ്റെ രേഖ ഇന്നും നിങ്ങളവിടെ ചെന്നാൽ ആ ചുവരുകളിൽ കാണാം. നല്ല ഇരുട്ടായി കഴിഞ്ഞു, കൊടും ശൈത്യം, നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു, മഞ്ഞ് വീഴ്ച തുടങ്ങിക്കഴിഞ്ഞു. ഇനി ദീർഘമായ യാത്രയാണ്, 3 മണിക്കൂർ യാത്ര ചെയ്യണം ഇനി മുർമാൻസിലെത്താൻ.
മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.